നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മിഡിൽ ഈസ്റ്റിൽ യുദ്ധമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഖത്തറിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഫൈനലിസിമ മാറ്റിവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ മലയാളത്തിലെ ഒരു മാധ്യമം റിപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവരിങ്ങനെയാണ് കൊടുത്തത്: ഇറാൻ ഇസ്രയേൽ സംഘർഷത്തെ തുടർന്ന് മാർച്ച് അവസാനം നടത്താൻ നിശ്ചയിച്ചിരുന്ന അർജൻറ്റീന സ്പെയിൻ ഫൈനലിസിമ മത്സരം മാറ്റിവെച്ചു. അർജൻറ്റീന സ്പെയിൻ ഫൈനലിസിമ മത്സരം മാറ്റിവെച്ചു, ഖത്തറിൽ നടക്കാനിരുന്നെന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷനാണ്. അവരോട് പറയാനുള്ളതേ, ഒരു വാർത്ത കൊടുക്കുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കൊടുക്കുക. അതല്ലടോ അതിൻ്റെ ശരി. കാരണം ഇവരിതിൽ ഉദ്ധരിക്കുന്നത് ഖത്തർ FAയുടെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഖത്തർ FA പറഞ്ഞത് എന്താ? അവിടുത്തെ മത്സരങ്ങൾ, കോമ്പറ്റീഷനുകളെല്ലാം സസ്പെൻഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അവിടുത്തെ ലീഗ് മത്സരങ്ങൾ, ടൂർണമെൻറ്റുകൾ അതൊക്കെ അവർ സസ്പെൻഡ് ചെയ്യുന്നു എന്നാണ്. അല്ലാതെ ഫൈനലിസിമ സസ്പെൻഡ് ചെയ്തു എന്നോ ഫൈനലിസിമ നടക്കില്ല എന്നൊന്നും പറയേണ്ടത് ഖത്തർ FA അല്ല. അത് പറയേണ്ടത് ആരാ? അത് പറയേണ്ടത് കോൺമെബോളും UEFAയുമാണ്. അല്ലാതെ ഖത്തർ FA അല്ല. മിനിമം കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞ ഈ കാര്യം തന്നെ അർജൻറ്റീൻ മാധ്യമ പ്രവർത്തകൻ ഗാസ് നെഡൂൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഫൈനലിസിമ ഹാസ് നോട്ട് ബീൻ ഒഫീഷ്യലി സസ്പെൻഡഡ് യെറ്റ്. ഇതുവരെ ഫൈനലിസിമ സസ്പെൻഡ് ചെയ്തിട്ടില്ല. ഫിഫ ഇതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം എടുത്തിട്ടില്ല. UEFAയും കോൺമെബോളും എടുത്തിട്ടില്ല. ഖത്തർ FAയുടെ സ്റ്റേറ്റ്മെൻറ്റ് അത് അവിടുത്തെ സ്പോർട്ടിംഗ് ഇവൻറ്റുകളുടെ ടെമ്പററി സസ്പെൻഷൻ മാത്രമാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ഫൈനൽ തീരുമാനം എടുക്കും. ഇപ്പോൾ 27-ാം തീയതി ഖത്തറിൽ മത്സരം നടക്കാനുള്ള സാധ്യത ഹൈലി അൺലൈക്ലി ആണ് എന്നാണ് പറയുന്നത്. അതിനുള്ള സാധ്യത കുറവാണ് എന്നാണ്. അതായത് ഖത്തറിൽ നടക്കാനുള്ള സാധ്യത കുറവാണെന്ന് പറഞ്ഞാൽ അല്ലാതെ ഇത് മാറ്റി വെച്ചു സസ്പെൻഡ് ചെയ്തൊന്നുമല്ല. ഖത്തർ അല്ലെങ്കിലോ യൂറോപ്പിലെ ഏതെങ്കിലും ഗ്രൗണ്ടിൽ നടത്തും, അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിലെ ഗ്രൗണ്ടിൽ നടത്തും. ഇനി അതല്ലെങ്കിൽ വേൾഡ് കപ്പ് നടക്കാനുള്ള US നടത്തും. ഇതിനൊക്കെയാണ് സാധ്യത. അല്ലാതെ കളി സസ്പെൻഡ് ചെയ്യുക എന്നുള്ളൊരവസ്ഥ നിലവിലില്ല. ദർ ഇസ് സ്റ്റിൽ നോ ഡിസിഷൻ എന്നാണ് ഗാസ് നെഡൂളിൻ്റെ റിപ്പോർട്ട്. അതുപോലെ തന്നെ മറ്റ് മാധ്യമ പ്രവർത്തകരും ഈ കാര്യം ഇതേപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ നോ ഒഫീഷ്യൽ ഡിസിഷൻ എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകളിലുള്ളത്. അതോടൊപ്പം തന്നെ RFEFൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അതായത് അറിയാമല്ലോ, RFEF എന്ന് പറഞ്ഞാൽ അത് സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷനാണ്. സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ്റെ തലപ്പത്തിരിക്കുന്നവരും ഈ വിഷയത്തിൽ ഇപ്പോൾ, അതായത് അവരുടെ ജനറൽ സെക്രട്ടറി, RFEFൻ്റെ ജനറൽ സെക്രട്ടറി തന്നെ അൽവാരോ ഡി മിഗ്വൽ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഫൈനലിസിമയുടെ സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ സിറ്റുവേഷൻ വളരെ വറിയിങ് ആണ്, പക്ഷേ ഫൈനലിസിമ ഹാസ് നോട്ട് ബീൻ സസ്പെൻഡഡ്. ഫൈനലിസിമ ഇതുവരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല എന്നാണ് RFEFൻ്റെ സെക്രട്ടറിയും പറയുന്നത്. ഖത്തർ തീർച്ചയായിട്ടും ഇപ്പോൾ അവരുടെ പ്രോഗ്രാമുകൾ സസ്പെൻഡ് ചെയ്യുന്നതായിട്ട് അറിയിച്ചിട്ടുണ്ട്. അതിനർത്ഥം ഈ മാച്ച് സസ്പെൻഡ് ചെയ്തു എന്നല്ല. വി മെയിൻറ്റെയിൻ ദാറ്റ് ഡിസയർ ബട്ട് ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് വി ഹാവ് ടു വെയിറ്റ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ തന്നെ ഈ വിഷയത്തിലൊരു ഫൈനൽ തീരുമാനം പറയുക എന്നത് പ്രിമച്ചറായിട്ടുള്ള തീരുമാനമായി പോകും. സോ ഖത്തറിലാണോ അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആണോ എന്നുള്ളത് അത് UEFAയും കോൺമെബോളും ചേർന്ന് അറിയിക്കും എന്നാണ് RFEFൻ്റെ ജനറൽ സെക്രട്ടറി വരെ പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ അതിപ്പോഴേ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. എന്താല്ലേ സ്പോർട്സ് ജേർണലിസം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.